എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നാടൻ പാട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ മാല മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 156 രൂപ എന്തോ സംതിങ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലുക്കെന്ന് പറയുന്നത്. ഒരു സ്റ്റോൺ വർക്കുള്ള കമ്മലും ഇട്ടു, സിമ്പിളായിട്ടൊരു മാല ഇട്ടു. അങ്ങനെ ഇതേ ഞാനും അമ്മയും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ പട്ടിക്കുട്ടനാണ്, ലക്കി എന്നാണ് ഇവൻ്റെ പേര്. ഇതേ അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഞാനും അമ്മയും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ കട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. വണ്ടിയിൽ പോകുന്നത് കണ്ടപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ദൂരെ എവിടെയാണെന്ന്. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി രാത്രിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി എടുത്ത് റോഡിൽ കൂടെ വന്നു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിലും എനിക്കത് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന സമയത്ത് തന്നെ ഒരു അങ്കിള് പെട്ടെന്ന് വയ്യാതെ ആ അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. പിന്നെ പ്രോഗ്രാം ഒന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു 5 മിനിറ്റ് അവിടെ നിന്നു, കുറച്ച് സമയം പ്രോഗ്രാം കണ്ടു. നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ മൈൻഡ് ഫുള്ള് ആ അങ്കിളായിരുന്നു. ആ അങ്കിളിന് എങ്ങനെ ഉണ്ടാവും, കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണേന്ന് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതെങ്ങനെ പറയണമെന്ന് എനിക്ക്. കുറച്ച് സമയം പ്രോഗ്രാം കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാൻ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതേ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്.